ഹലോ ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ റിലീസായിരിക്കുന്നു. ഇതിൽ നമ്മുടെ നിവിൻ പോളിയുണ്ട്, ധ്യാൻ ശ്രീനിവാസൻ ഉണ്ട്. ഇവർ രണ്ടുപേരും മെയിൻ കഥാപാത്രമായി അഭിനയിച്ച് പിന്നെ കുറേ സൈഡ് ക്യാരക്ടേഴ്സും ഒക്കെ ഉണ്ട്. ഒരു ഔട്ടർ എന്താ പറയുക, ഒരു ഔട്ടർ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഓക്കെ ആണ്. അങ്ങനെ വലിയ തിരക്കേടില്ലാത്തൊരു സിനിമ. ഫസ്റ്റ് ഹാഫ് ഫുള്ളി രാഷ്ട്രീയം, അതിൻ്റെ ഇടയ്ക്ക് കുറേ കോമഡികൾ. സെക്കൻഡ് ഹാഫ് ഫുള്ളി നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ കുറച്ച് അനുഭവങ്ങൾ. ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫ് കണ്ടപ്പോൾ എനിക്ക് കുറച്ചൊക്കെ നമ്മുടെ ആടുജീവിതം ഓർമ്മ വന്നു. ഏകദേശം അതേപോലുള്ള ഒരു എക്സ്പീരിയൻസും അതേപോലുള്ള കുറച്ച് എന്താ പറയുക, പിക്ചറൈസേഷനും സിനിമാറ്റോഗ്രാഫിയൊക്കെ അതുപോലൊക്കെ തന്നെ. ബട്ട് അതിലൊരു കോമഡി രംഗമായിട്ട് കാണിച്ച് നമ്മുടെ മെയിൻ ക്യാരക്ടറിൻ്റെ കുറച്ച് അനുഭവങ്ങളും അവിടുന്ന് തിരിച്ചു വരവും എല്ലാം, അങ്ങനെയൊക്കെയുള്ള ഒരു സിനിമ. കുഴപ്പമില്ല. സെക്കൻഡ് ഹാഫ് എനിക്കിഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് പിന്നെ കുറച്ച് അത്ര അങ്ങോട്ട് പോരാ. നമ്മുടെ നിവിൻ പോളിയുടെ കംബാക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ടാഗ് കൊടുക്കാൻ പറ്റിയ സിനിമയല്ല. നമുക്ക് വേണമെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ തന്നെ നമുക്ക് നിവിൻ പോളിയുടെ കംബാക്കായിട്ട് ട്രീറ്റ് ചെയ്യാം. പിന്നെ ഈ സിനിമയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡിജോ ജോസ് ആൻ്റണി, ജനഗണമന എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്ത പുള്ളി തന്നെയാണ്. മ്യൂസിക് ബൈ ജേക്സ് ബിജോയ്, സിനിമാറ്റോഗ്രാഫി ബൈ സുദീപ് ഏലമോൻ, എഡിറ്റഡ് ബൈ ശ്രീജിത്ത് സാറംഗ്. എഡിറ്റിംഗ് ഒക്കെ നല്ല, സിനിമാറ്റോഗ്രാഫി എഡിറ്റ് ചെയ്യാൻ നല്ല പൊളിയായിരുന്നു. പിന്നെ സ്പെഷ്യലി എടുത്തു പറയാൻ VFX കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് സ്പെഷ്യലി ഇഷ്ടപ്പെട്ട കുറച്ച് രംഗങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാട്ടിനിടയ്ക്കൊക്കെ ഈ നമ്മുടെ നിവിൻ പോളി ഒരു മലയുടെ പുറത്തിങ്ങനെ ചാരി കിടക്കുന്നതായിട്ടും, പിന്നെ നമ്മുടെ കൃഷി ചെയ്തിരിക്കുന്ന ഫീൽഡിൽ ഇങ്ങനെ ഒരു 3-4 ഫീൽഡിൽ ഒരുമിച്ച് ഇങ്ങനെ കിടക്കുന്ന പോലൊക്കെ ഒരു രംഗം പാട്ടിനിടയ്ക്ക്. പിന്നെ ഈ ഒരു പ്ലെയിനൊക്കെ ഇങ്ങനെ പറന്ന് ഇടയ്ക്കൂടെ ഒക്കെ കയറി പോകുന്നത്, നമ്മുടെ നിവിൻ പോളിയുടെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ കയറി പോകുന്ന പോലെ അങ്ങനെയൊക്കെയുള്ള കുറച്ച് VFX ഉണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത്ര ചൈൽഡിഷും അല്ല, എന്നാലും നല്ലപോലെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സ്പെഷ്യലി എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ സെക്കൻഡ് ഹാഫിൽ നമ്മുടെ ഒരു ഹിന്ദി നടൻ ഒരു ക്യാരക്ടറായിട്ട് വരുന്നുണ്ട്. പുള്ളി തകർത്ത് അഭിനയിച്ചു കേട്ടോ. നമ്മൾ ആ പുള്ളിയെ സാധാരണ കണ്ടിട്ടുള്ളത് കുറേ ഹിന്ദി പടത്തിനകത്ത് ഈ വില്ലനും സൈഡ് വില്ലനുമായിട്ടൊക്കെയാണ്, അല്ലെങ്കിൽ മെയിൻ വില്ലൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗുണ്ടയായിട്ടൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ പുള്ളിക്ക് കിട്ടി. പുള്ളി അത് തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അടിപൊളിയാണ് പുള്ളി ചെയ്തിരിക്കുന്ന എല്ലാ സീനുകളും. അപ്പം അതൊരു പുള്ളിക്കൊരു ഒരു വലിയ കയ്യടി. പിന്നെ വേറെ അങ്ങനെ എടുത്തു പറയാനൊക്കെ അങ്ങനെ സിനിമയ്ക്കകത്ത് അങ്ങനെ ഇതൊന്നും ഇല്ല. കുറേ രാഷ്ട്രീയത്തിൻ്റെ ഒരു വേറെ ഒരു രൂപം കാണിച്ചെന്നേ ഉള്ളൂ. ഇന്നിപ്പം നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന കുറേ രംഗങ്ങളൊക്കെ തന്നെ എടുത്ത് കാണിച്ചിട്ടുണ്ട് അതിനകത്ത്. പിന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു കൺട്രിയെ നമ്മൾ കാണുന്ന ഒരു രീതി ഒരു പോസിറ്റീവ് ആസ്പെക്റ്റിലൂടെ കാണിക്കാനും കൂടെ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു പുതിയ അപ്രോച്ച് പോലെ, ഒരു നല്ലൊരു അപ്രോച്ച്, പുതിയെന്ന് പറയാൻ പറ്റില്ല, നല്ലൊരു അപ്രോച്ചായിട്ട് കണക്കാക്കാം നമുക്ക്. പിന്നെ സിനിമയുടെ ലെങ്ത്ത് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു സംശയം. കാരണം ചില സീനുകളിലൊക്കെ എനിക്ക് ശരിക്കും തോന്നി, എന്തിനാ വെറുതെ ചുമ്മാ ഇങ്ങനെ സിനിമ നീട്ടുന്നതെന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നുപോയി. സോ കുറച്ച് ലെങ്ത്, കുറേ സീൻസുകളൊക്കെ കട്ട് ചെയ്ത് സിനിമ ഷോർട്ട് ആക്കാമായിരുന്നു. പിന്നെ ഇതല്ലാതെ വേറെ അങ്ങനെ എടുത്ത് പറയത്തക്ക ഇതൊന്നുമില്ല. കുറേ നല്ല കോമഡികൾ, നല്ല വൺ ലൈനേഴ്സ്, കുറച്ച് നല്ല സീനുകൾ, സിനിമയായിട്ട് കണക്റ്റ് ആവാൻ പറ്റി, ഇല്ലയെന്ന് പറയുന്നില്ല. ഇൻ ടോട്ടാലിറ്റി ഓക്കെ മൂവി. നല്ലൊരു പാട്ട്, മറ്റേ കാട്ടാതടി എന്ന് പറയുന്ന പാട്ട്, അത് ഓൾറെഡി യൂട്യൂബിലൊക്കെ ഫേമസ് ആയി നല്ല വ്യൂസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ്. അതല്ലാതെ അങ്ങനെ എടുത്തു പറയത്തൊക്കെ. പിന്നെ നിവിൻ പോളിയുടെ കംബാക്ക് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കംബാക്ക് നമുക്ക് വർഷങ്ങൾക്ക് ശേഷത്തിൽ തന്നെ കൊടുക്കാം. ധ്യാൻ ശ്രീനിവാസൻ നല്ല കഥാപാത്രം, നല്ലതായിട്ട് തകർത്തു. പുള്ളി ഇപ്പം വേറെ ഒരു ലോകത്തോട്ടങ്ങ് മാറിക്കൊണ്ട് പോവാണ്. അതല്ലാതെ പിന്നെ ടിക്കറ്റ് എടുത്ത് കാണണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, നല്ലൊരു കുടുംബചിത്രം. ഈ സമയത്ത് ഈ അവധിക്കാലത്തൊക്കെ പിള്ളേരെയും കൊണ്ടൊക്കെ പോയി കാണാൻ പറ്റിയ ഒരു പടം. സോ തീർച്ചയായും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇത്ര മാത്രം. അടുത്ത വിശേഷമായി വരുന്നത് വരെ സൈനിങ് ഓഫ് ടുഡേ.